Okay, good morning. നമ്മുടെ ഇത്രയും നാള് വി പി എസ് പി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് വി പി, എന്താണ് എസ് പി, ഇതൊന്നും എക്സാമിന് ഒരിക്കലും ചോദിക്കില്ല. ബട്ട് വി ഷുഡ് നോ ഇറ്റ്. എന്നാൽ മാത്രമേ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോൾ ഇത്രയും നാളെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും തന്നെ എക്സാമിനൊന്നും ചോദിക്കില്ല. പക്ഷേ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലം മാത്രമേ എക്സാമിന് ചോദിക്കൂ. സോ എച്ച് പി, വി പി, ഓർത്തോഗ്രാഫിക് വ്യൂസ്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, എലിവേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ പ്രോബ്ലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ എത്തിയില്ല. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ പഠിച്ചത്? ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് ഓബ്ജക്റ്റ് സിമ്പിൾ ആണെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് അല്ലാത്ത സിമ്പിൾ ഓബ്ജക്റ്റ് ആണെങ്കിൽ വി പിയും എച്ച് പിയും മതി. വേറൊന്നും പ്രൊഫൈൽ പ്ലെയിന് വേണ്ട. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും മതിയാവും. പ്രൊഫൈൽ പ്ലെയിന് വേണ്ടി വരില്ല. ചില കേസിൽ ഷേപ്പ് ഓഫ് ദി ഓബ്ജക്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അത്തരം കേസിൽ വി ഹാവ് ടു കൺസിഡർ വൺ മോർ പ്ലെയിൻ, ദാറ്റ് ഈസ് പ്രൊഫൈൽ പ്ലെയിൻ. ഓബ്ജക്റ്റ് സിമ്പിൾ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ എച്ച് പി, വി പി മതി. ഓബ്ജക്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ വി പി, എച്ച് പി, ടി പി മൂന്നും വേണം. അത് എങ്ങനെയാണ് ചോദിച്ചത്? ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കുക, ഡ്രോ ദി ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് ദി ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വി പിയും എച്ച് പിയും കൺസിഡർ ചെയ്താൽ മതി, ടി പി കൺസിഡർ ചെയ്യേണ്ട. ഡ്രോ ദി ത്രീ വ്യൂസ് എന്ന് എക്സാമിന് കണ്ടാൽ you have to draw VP, HP, PP. You have to consider VP, HP and PP, and you should draw front view, top view, side view. Draw the three views എന്ന് കണ്ടാൽ മറ്റേ നമ്മൾ ഡ്രോ ദി ഫ്രണ്ട് വ്യൂ ഓർ ടോപ്പ് വ്യൂ എന്ന് പറയും, അല്ലെങ്കിൽ ഡ്രോ ദി ടു വ്യൂസ് എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡ്രോ ദി ടു വ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉടനെ എത്തേണ്ടത് ഈ ഒരു ക്വാഡ്രന്റ് സിസ്റ്റമാണ്. ഇത് പല പ്രാവശ്യം മനസ്സിലുണ്ട്. This is VP and this one is HP. So this is the position of the observer. Front. This is the front view. It is observer in the left hand. It is observer in the right hand. This is the eye of the observer. The right hand. This is the left hand. It VP. ഇത് എച്ച് പി. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ രണ്ട് വിധത്തിൽ വരയ്ക്കാം. രണ്ടും ഒരേ ആൻസർ കിട്ടുക. ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതേമാതിരി ദിസ് ഈസ് വി പി ആൻഡ് ദിസ് വൺ ഈസ് എച്ച് പി. ദിസ് ഈസ് ദി ഒബ്സർവർ, റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, eye of the observer. This is VP, this is HP. രണ്ടും എങ്ങനെ വെച്ചാലും ആൻസർ വിൽ ബി സെയിം. ഉത്തരം സെയിം ആയിരിക്കും. സോ ഈ കേസിൽ ദിസ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. നമ്മുടെ ഒബ്ജക്റ്റ് എപ്പോഴും ഇവിടെ ഉള്ളതെങ്കിൽ we will say that this object is in the first quadrant. Suppose if the object is placed here, you can say that it is in the second quadrant. If the object is here, we will say that it is in the third quadrant. If it is here, we will say that it is in the fourth quadrant. Similarly here, this is first, second, third, fourth. Any quadrant system you can choose while solving your problem. Both will give you the correct answer. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. സപ്പോസ് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് വേണം? വി ഷുഡ് കൺസിഡർ വൺ മോർ പ്ലെയിൻ. അതിൻ്റെ പേരാണ് പ്രൊഫൈൽ പ്ലെയിൻ. ആ പ്രൊഫൈൽ പ്ലെയിൻ നമ്മൾ എവിടെയാണ് വരക്കേണ്ടത്? ഇവിടെ ആകുമ്പോൾ പ്രൊഫൈൽ പ്ലെയിൻ എവിടെ വരക്കണം? പ്രൊഫൈൽ പ്ലെയിൻ ഹാസ് ടു ബി ഇവിടെ വരക്കണം. കാരണം ഈ ഒബ്സർവറിന്
ഇവിടെ പോയിട്ട് വേണം നോക്കാൻ. അപ്പോൾ മാത്രമേ സൈഡ് വ്യൂ കിട്ടൂ. ആ സൈഡ് വ്യൂ എവിടെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്? ഈ പ്ലെയിനിൽ. ഇവിടെ ഒരു പ്ലെയിൻ വെക്കാം, പക്ഷെ അവിടെ പ്ലെയിൻ വെച്ചാൽ അത് ശരിയാവില്ല. ഓർഡർ വെക്കുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, ഫസ്റ്റ് ആംഗിൾ ഒരു ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രാന്റ് എന്ന് പറഞ്ഞാൽ when an object is placed in the first quadrant, അവിടെ we are following first angle projection method. When an object is placed in the third quadrant, here we are following third angle projection method. ഇത് യൂറോപ്യൻ കൺട്രീസിൽ ഇതാ ഫോളോ ചെയ്യാം. ഇത് ഇന്ത്യ പോലുള്ള കൺട്രീസിൽ ഇത്. So when an object is placed in the first quadrant, you should follow first angle projection method. When an object is placed in the third quadrant, you should follow third angle projection method. സെക്കൻഡ് ക്വാഡ്രാന്റിലും ഫോർത്ത് ക്വാഡ്രാന്റിലും ഒബ്ജക്റ്റ് ഒരിക്കലും വെക്കില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ സെക്കൻഡ് ക്വാഡ്രാന്റിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഈ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ രണ്ടും ഒരേ പ്ലെയിനിലാണ് വരിക. രണ്ടും ഓവർലാപ്പ്. ഒരു ചിത്രത്തിന്റെ മേലെ മറ്റൊരു ചിത്രം വരും. ഒരു ചിത്രത്തിന്റെ മേലെ മറ്റൊരു ചിത്രം വരച്ചാൽ നമുക്കിത് ഒരിക്കലും മനസ്സിലാവുമോ? ഇല്ല. അതുകൊണ്ട് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യില്ല. അതേമാതിരി when an object is placed here ഫോർത്ത് ക്വാഡ്രാന്റ്, ആ കേസിലും ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ രണ്ടും എന്ത് വരും? ഒന്നിൻ്റെ മേലെ മറ്റൊരു ചിത്രമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഡ്രോയിങ്സ് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലാവില്ല. സോ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡും ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡും നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളും ആണ്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ ഒരു ഓബ്ജക്റ്റ് വെച്ചാൽ വി പി ഇവിടെ വരക്കണം, എച്ച് പി ഇവിടെ വരക്കണം, പി പി ഇവിടെ വരക്കാൻ പാടില്ല, മറിച്ച് എവിടെ വരക്കേണ്ടത്? ഇവിടെ വരക്കണം. കാരണം ഒബ്സർവറിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കിട്ടി, ഒബ്സർവറിന്റെ ടോപ്പ് വ്യൂ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കിട്ടും. ഈ ഒബ്സർവറിന്റെ സൈഡ് വ്യൂ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് ഈ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഇതിനെ വ്യൂ ചെയ്തിട്ട് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യണം. അതാണ് സൈഡ് വ്യൂ. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഗതി? ലെഫ്റ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ടു ബി കംസ് ഓൺ റൈറ്റ് സൈഡ് ഓഫ് ദി പ്രൊഫൈൽ പ്ലെയിൻ. ഇത് റൈറ്റ് ഹാൻഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ്. ഈ ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണോ ഈ ഭാഗത്തേക്കാണ് ഒബ്സർവർ വരുന്നത്. എന്നിട്ട് ഇവിടുന്ന് നോക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഈ ഭാഗത്തായതിനാൽ ഇതിന്റെ പേര് ലെഫ്റ്റ് വ്യൂ. റൈറ്റ് ഹാൻഡ് മറ്റേ സൈഡ് ആയതിനാൽ ഈ ഭാഗം അത് കാണാൻ പറ്റില്ല, അതിന്റെ പേരാണ് റൈറ്റ് വ്യൂ. സോ ഇവിടെ നമുക്ക് ഏതാണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്? ലെഫ്റ്റ് വ്യൂ അല്ലേ? റൈറ്റ് വ്യൂ കാണാൻ പറ്റില്ലല്ലോ. സോ ഈ ലെഫ്റ്റ് വ്യൂ എവിടെ വരണം? ഈ പ്രൊഫൈൽ പ്ലെയിനിൽ വരണം. ആ പ്രൊഫൈൽ പ്ലെയിൻ എവിടെ? റൈറ്റ് ഹാൻഡിന്റെ നേരാ കണ്ടോ. അപ്പോൾ ഇതിന് വേണം റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയും. റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ, അതായത് ലെഫ്റ്റ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് has to be comes on right side of the profile plane. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ വരക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇതേമാതിരി പ്ലേസ് ചെയ്യുക. ആദ്യം വി പി പിന്നെ എച്ച് പി വരയ്ക്കുക. ഇനി ക്വസ്റ്റ്യൻ വായിക്കുക. റൈറ്റ് സൈഡ് ഓഫ് ദി എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ ദി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് ക്വസ്റ്റ്യനിൽ കാണാം. ഡ്രോ ദി ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ പ്ലാൻ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് ക്വസ്റ്റ്യനിൽ കാണാം. അപ്പോൾ നമ്മൾ ഓർമ്മിക്കുക 3 വ്യൂസ് വരക്കണം. സോ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ഫോളോ ചെയ്യണം. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഈസി ആയിട്ട് വരക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് വ്യൂ വരക്കാൻ പറഞ്ഞിരിക്കും. അപ്പോൾ ഓർമ്മിക്കുക, ലെഫ്റ്റ് സൈഡ് വ്യൂ എപ്പോഴും റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പ്ലെയിനിൽ വേണം വരക്കാൻ. അപ്പോൾ നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റം ഇതേമാതിരി വരക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഈ ഭാഗത്ത് കൊണ്ടുവരിക. കാരണം ഒബ്സർവർ ഇവിടെ നോക്കണം. സോ ലെഫ്റ്റ് വ്യൂ ഇവിടെ കിട്ടും. അതെവിടെ കിട്ടണം? റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പ്ലെയിനിൽ. ഇത് റൈറ്റ് ഹാൻഡിൻ്റെ നേരെ വരും, റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിനിൽ വരും. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നു. ഡ്രോ ദി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ. അപ്പോൾ എന്ത് വേണം? ഇത് റൈറ്റ് ഹാൻഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ്. ഫ്രണ്ട് വ്യൂ ഇവിടെ, ടോപ്പ് വ്യൂ ഇവിടെ എടുക്കാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് വ്യൂ കാണാം. പക്ഷേ ലെഫ്റ്റ് വ്യൂ കാണില്ല, കാരണം ഒബ്ജക്റ്റ് ഇവിടെയാണ് വെക്കുന്നത്.
അപ്പോൾ ഇവിടെ എനിക്ക് ഏതൊക്കെ വ്യൂസാണ് കാണാനുള്ള പോസിബിലിറ്റി ഉള്ളത്? അക്കോർഡിംഗ് ടു ദിസ് ഒബ്സർവർ ഇറ്റ് ഈസ് പോസിബിൾ ടു സീ ഫ്രണ്ട് വ്യൂ. അതിന് ഒരു സംശയവുമില്ല. ഇറ്റ് ഈസ് പോസിബിൾ ടു സീ ടോപ്പ് വ്യൂ. അതിനും ഒരു സംശയമില്ല. കാരണം ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണാം. ടോപ്പ് വ്യൂ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഒരു പറവയെ പോലെ ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, അതേമാതിരി ഈ ഒബ്സർവർ അല്ലേ, ഇവിടുന്ന് നമുക്ക് നോക്കാം. നോക്കിയിട്ട് ടോപ്പ് വ്യൂ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാം. ഇനി സൈഡ് വ്യൂ എങ്ങനെ കാണാൻ പറ്റും? സൈഡ് വ്യൂ കാണുമ്പോൾ വീണ്ടും ഇദ്ദേഹം ഈ പഴയ പൊസിഷനിലേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇദ്ദേഹം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നടന്നിട്ട് പോവുക. അപ്പോൾ കാണുന്ന വ്യൂ ഏതാണ്? റൈറ്റ് സൈഡ് വ്യൂ അല്ലേ? റൈറ്റ് സൈഡ് വ്യൂ. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് 3 വഴിയുണ്ട്. ഒന്നുകിൽ ഇവിടുന്ന് ഇങ്ങനെ, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് പോവുക. ഒബ്സർവർ റൈറ്റ് സൈഡിലേക്ക് നടന്നു പോയാൽ അയാൾക്ക് കാണാൻ പറ്റുന്ന വ്യൂ ഏതാ? റൈറ്റ് സൈഡ് വ്യൂ. ഒബ്സർവർ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്ന വ്യൂ ഏതാ? ലെഫ്റ്റ് സൈഡ് വ്യൂ. ആ ലെഫ്റ്റ് സൈഡ് വ്യൂ എപ്പോഴും എവിടെ വരിക? റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പ്ലെയിനിൽ വേണം വരാൻ. ഒബ്സർവർ റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന വ്യൂ ഏതാ? റൈറ്റ് സൈഡ് വ്യൂ. ആ റൈറ്റ് സൈഡ് വ്യൂ എവിടെ വരണം? ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പ്ലെയിനിൽ വരണം. ദിസ് ഈസ് പി പി. ഇത് ലെഫ്റ്റ് ഹാൻഡ്. സോ ദിസ് ഈസ് ദി ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ. സോ റൈറ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ടു ബി കംസ് ഓൺ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. സിമ്പിളാണ്, ഒരു വിഷമമില്ല. സോ ഇത്രയും മനസ്സിലാകുന്നു. എക്സാമിന് ഡ്രോ ദി 3 വ്യൂസ് എന്ന് കാണും. ഡ്രോ ദി 3 വ്യൂസ്, എനി 3 വ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എനി ചിത്രം, എനി കോർഡിനേറ്റ് സിസ്റ്റം യു ക്യാൻ ഫോളോ. അത് ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ വരച്ചാലും ആൻസർ കിട്ടും, റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ വരച്ചാലും ലെഫ്റ്റ് സൈഡ് വ്യൂ വരച്ചാലും മാർക്ക് കിട്ടും, റൈറ്റ് സൈഡ് വ്യൂ വരച്ചാലും മാർക്ക് കിട്ടും. ഡ്രോ എനി 3 വ്യൂസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. ഡ്രോ ദി ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക എന്തെന്ന്? ഡ്രോ ദി ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫ്രണ്ട് വ്യൂവിന് വെർട്ടിക്കൽ പ്ലെയിൻ, ടോപ്പ് വ്യൂവിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ലെഫ്റ്റ് സൈഡ് വ്യൂവിന് റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. അത് റൈറ്റ് ഹാൻഡിൻ്റെ നേരെ. ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടണമെങ്കിൽ ഈ ഒബ്സർവർ എവിടേക്ക് വരണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ആ ഭാഗത്തേക്ക് നടന്നു വരണം. അപ്പോൾ കിട്ടുന്ന വ്യൂ ആണ് ലെഫ്റ്റ് സൈഡ് വ്യൂ. അത് റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പ്ലെയിനിൽ വേണം പ്രൊജക്റ്റ് ചെയ്യാൻ. ഇനി ഒബ്സർവർ ഡ്രോ ദി ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നു. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണുന്ന ഫ്രണ്ട് വ്യൂ, ഇവിടെ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ. പിന്നെ റൈറ്റ് സൈഡ് വ്യൂവിന് കാണുമോ? റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ ഈ ഒബ്സർവർ റൈറ്റ് സൈഡിലേക്ക് വരണം. കാരണം ഇയാൾക്ക് റൈറ്റ് സൈഡിലേക്ക് വരാൻ മാത്രമല്ല പോസിബിലിറ്റി ഉള്ളൂ, ലെഫ്റ്റ് സൈഡിൽ പോകാൻ പറ്റില്ല. കാരണം നോക്കണം, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ വ്യൂസൊക്കെ വരയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് വരണം. സോ റൈറ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ടു കംസ് ഓൺ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. സോ ഇങ്ങനെയാണ് 3 വ്യൂസ് കിട്ടുക. കുറച്ചൊരു വിഷമം ഉണ്ടാവും, പക്ഷേ അത്ര വലിയ വിഷമമൊന്നുമില്ല. ആദ്യം ഒരു ഡിഫിക്കൽട്ട് ഉണ്ടാവും, പിന്നെ അതങ്ങനെ ശരിയായിക്കോളും. So draw the front view, top view, left side view. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ മറ്റൊരു പേരാണ് എലിവേഷൻ, ടോപ്പ് വ്യൂ പ്ലാൻ, അടുത്ത് ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഹിയർ വി ഹാവ് റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. ഇത് ബി പി, ഇത് എച്ച് പി. എലിവേഷൻ ഓൾവേസ് ഓൺ ബി പി, plan always on SP. Left side view of the object has to be comes on right side profile plane. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ നമുക്ക് കിട്ടണം. ആ ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ വേണം ക്വാഡ്രന്റ് സിസ്റ്റം വരയ്ക്കാൻ? ചിന്തിക്കുക. നമുക്ക് 2 പോസിബിലിറ്റി ഉള്ളത്. ഒന്ന് ഇങ്ങനെ വരയ്ക്കാം, മറ്റേതോ ഒബ്സർവർ. സോ ഈ ഏറോ മാർക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ.
ടോപ്പ് വ്യൂ കിട്ടണമെങ്കിൽ ഇയാൾ ഇതേ ഇവിടുന്ന് നോക്കുക. സോ യു വിൽ ഗെറ്റ് ടോപ്പ് വ്യൂ അല്ലേ. ഇനി അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് സ്പേസ് ഹിയർ, ഇവിടെയും ഒബ്ജക്റ്റ് ഉണ്ട്. ഇത് ഒബ്സർവറുടെ ലെഫ്റ്റ് ഹാൻഡ്, ദിസ് ഈസ് റൈറ്റ് ഹാൻഡ്. ഇത് റൈറ്റ് ഹാൻഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ്. ഇനി നോക്കുക, ലെഫ്റ്റ് സൈഡ് വ്യൂ ചോദിച്ചിട്ടില്ല. ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടണമെങ്കിൽ യു ഷുഡ് ചൂസ് ദിസ് ഡയഗ്രാം. ഇനി റൈറ്റ് സൈഡ് വ്യൂ ആണ് ചോദിച്ചെങ്കിൽ യു ഹാവ് ടു ചൂസ് ദിസ് ഡയഗ്രാം. ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വേണമെങ്കിൽ യു ഹാവ് ടു ചൂസ് ദിസ് ഡയഗ്രാം. കാരണം ഈ ഒബ്സർവറിന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് കിട്ടും, ടോപ്പിലേക്കും പോവാം, ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം, റൈറ്റ് സൈഡിൽ പോകാൻ പറ്റില്ല. ഇവിടെ ഫ്രണ്ട് ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ പോകാൻ പറ്റില്ല, റൈറ്റ് സൈഡിൽ പോകാൻ പറ്റും. റൈറ്റ് സൈഡിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് സൈഡ് വ്യൂ കിട്ടും. ലെഫ്റ്റ് സൈഡിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടും. സോ ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെ വരണം? റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. റൈറ്റ് സൈഡ് വ്യൂ എവിടെ വരണം? ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ചെയ്തത് നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം 2 കോർഡിനേറ്റ് സിസ്റ്റം കണ്ണും കൂട്ടി വരക്കുക. ഇനി നോക്കുക, എന്നിട്ട് ഇത് വരച്ചതിന് ശേഷം ഒബ്സർവർ വരച്ചു, അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും അതും നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി ഫ്രണ്ട് വ്യൂ, എലിവേഷൻ, അത് പ്രശ്നമില്ല. ടോപ്പ് വ്യൂ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ശരിയല്ലേ? ഇനി ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് ഹാൻഡ് ഏത് ഭാഗത്തുള്ളത്? ഇതാ ഈ സൈഡ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് പോകാൻ പറ്റും. ഇവിടെ പോയാൽ മാത്രമേ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, സൈഡ് വ്യൂ, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി റൈറ്റ് സൈഡ് വ്യൂ വേണമെങ്കിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. ഇത്രയുള്ള ക്വസ്റ്റ്യൻസ്. അതായത് 2 കോർഡിനേറ്റ് സിസ്റ്റം വരക്കാം. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ നമുക്ക് എളുപ്പത്തിൽ വരക്കാൻ പറ്റും. ഇനി ജസ്റ്റ് ചിന്തിക്കുക, ഇത് റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്. ഇവിടെ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടും, മേളിൽ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ കിട്ടും. ഇനി നമുക്ക് വേറെ വ്യൂ ആണ്, ഇതേ വ്യൂ നോക്കിയാൽ മതി. ബേസ്ഡ് ഓൺ ദിസ് ഒബ്സർവർ ഇത് എന്തായാലും ലെഫ്റ്റ് സൈഡാണ്. സോ ഇത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. റൈറ്റ് സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ എനിക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടും. ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടും. ആ ലെഫ്റ്റ് സൈഡ് വ്യൂ എപ്പോഴും റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പ്ലെയിനാണ് വരാൻ. ഇതേമാതിരി ഇവിടെ നോക്കുക, ഒബ്ജക്റ്റ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ പ്രശ്നമല്ല. ഇനി ഇവിടെ ഇത് റൈറ്റ് വ്യൂ ആണ്, ഇത് ലെഫ്റ്റ് വ്യൂ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒബ്സർവർ പറയും, എനിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല, വിഷമാണ്, ഈ സൈഡിലേക്ക് എനിക്ക് നടന്നു പോകാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഈ ഭാഗം കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ് സൈഡ് വ്യൂ കാണാൻ പറ്റും. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡ് വ്യൂ എവിടെ വരണം? ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പ്ലെയിനിൽ വരണം. റൈറ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ടു ബി കംസ് ഓൺ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. അപ്പോൾ ഒന്നുമില്ല, ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരച്ചതുപോലെ തന്നെ നിങ്ങൾ ഇത് ഈ ഭാഗം കൺസിഡർ ചെയ്യുക. ഈ ഭാഗം റൈറ്റ് ഹാൻഡ് ആകുമ്പോൾ ഇത് റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. ബേസ്ഡ് ഓൺ ദിസ് ഫിഗർ ഇത് ലെഫ്റ്റ് ഹാൻഡ്. സോ ദിസ് ഈസ് ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. അപ്പോൾ റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ടു ബി കംസ് ഓൺ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ടു ബി കംസ് ഓൺ റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. ഇനി റൈറ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് എവിടെ വരും? ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. ഇത്രയാണ് സംഗതി. ഒന്നും കൂടി നോക്കിക്കോ, അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ പെട്ടെന്ന് മനസ്സിലാവും. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എന്ന് പറയണ്ട,
elevation plan left side view. Elevation always VP, plan always HP. Left side view of the object has to become on right side profile plane, RPP, right side profile plane. Okay, അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെ വരയ്ക്കാം? ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ദിസ് ഈസ് അവർ കോർഡിനേറ്റ് സിസ്റ്റം. ഈ കോർഡിനേറ്റ് സിസ്റ്റം മനസ്സിലാക്കിയപ്പോൾ കാര്യം വളരെ സിമ്പിളാണ് കേട്ടോ. ഈ കോർഡിനേറ്റ് സിസ്റ്റം കുറച്ചൊരു ടഫ് ആയിരിക്കും, പക്ഷെ പിന്നെ എളുപ്പ കാര്യങ്ങൾ. സോ ദിസ് ഈസ് ദി ഒബ്സർവർ. ഇത് എന്താണ്? റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്. ഇവിടെ ഒരു ഓബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഡ്രോ ദി 3 വ്യൂസ്. എലിവേഷൻ പ്ലാൻ. അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ പ്ലാനും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഈ ഒബ്സർവർ നമ്മളോട് പറയുകയാണ്, എനിക്കിതിൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റുന്നുണ്ട്, എനിക്കിതിൻ്റെ ടോപ്പും കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്കിതിൻ്റെ റൈറ്റ് സൈഡ് ബുദ്ധിമുട്ടാണ്. പക്ഷെ ലെഫ്റ്റ് സൈഡ് എളുപ്പം, കാരണം ഇവിടെ നിന്നോടൊക്കെ പോകാൻ എനിക്ക് പറ്റും. പക്ഷെ ആ സൈഡിലൊക്കെ പോകാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, പറ്റുന്നില്ല, വിഷമമാണ്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് ആ സൈഡ് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യു ചൂസ് വൺ തിങ്. ദിസ് ഇസ് റൈറ്റ് സൈഡ്. ആ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ട്. സോ ആ സ്ഥിതിക്ക് ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ എടുത്തോ. സിമ്പിൾ. എന്നാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ വന്നു. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡ് ഇവിടെ ഈ ഒബ്ജക്റ്റ് ഈ ഭാഗം കാണാൻ പറ്റുന്നു. സോ ദിസ് ഇസ് ദി ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ഇവിടെ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ടു ബിക്കംസ് ഓൺ റൈറ്റ് സൈഡ്. സോ ദാറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. എലിവേഷൻ പ്ലാൻ റൈറ്റ് സൈഡ് വ്യൂ. അപ്പോൾ എലിവേഷൻ VP, പ്ലാൻ HP. Right side view of the object has to be comes on left side of the profile plane. Okay, LPP, left side profile plane. Now the coordinate system होगा. This is VP and this one is HP. Observer ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്. സോ ഈ ഒബ്സർവർ പറയുകയാണ് നമ്മളോട്, എനിക്ക് ഇത് കാണാൻ പറ്റും, മേളിൽ പോയിട്ട് ഇതും കാണാൻ പറ്റും, പക്ഷേ ഈ ലെഫ്റ്റ് സൈഡ് ഭാഗമുണ്ടല്ലോ അത് കാണാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ബോർഡുണ്ട്. ഈ ബോർഡിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ശരി, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഒരു പ്ലെയിനായിട്ട് നിങ്ങൾ എടുത്തോ. ഈ ബോർഡിൻ്റെ പ്ലെയിൻ മാതിരി ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. പക്ഷേ റൈറ്റ് സൈഡ് ഒബ്ജക്റ്റ് എനിക്ക് കാണാൻ പറ്റും, കാരണം എനിക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് നടന്നു പോകാൻ പറ്റും. So this is visible. According to me, it is visible. അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് എവിടെ വരണം? ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിനിൽ വരണം. അപ്പോൾ നോക്കുക, ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചാൽ ഏതൊക്കെ വ്യൂസ് ഈ ഒബ്സർവർക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ വലത്ത് റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും, ടോപ്പ് വ്യൂ കാണാൻ പറ്റും, പിന്നെ റൈറ്റ് സൈഡ് വ്യൂ കാണാൻ പറ്റും. അതായത് ഈ മനുഷ്യന് 3 സ്ഥലങ്ങളിൽ ഇയാൾക്ക് പോവാം. ഒന്ന് ഇയാൾ ഇനീഷ്യൽ പൊസിഷൻ, അവിടെ നിന്ന് വ്യൂ ചെയ്യാം, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വ്യൂ ചെയ്യാം, ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യാം, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരാം. അകത്തേക്ക് പോകാൻ പാടില്ല, പുറത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. ബേസ്ഡ് ഓൺ ദിസ് കോർഡിനേറ്റ് സിസ്റ്റം ഇവിടെ ഒരു 3D ഓബ്ജക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഇത് ഇങ്ങനെ നോക്കാം, പിന്നെ മേലെ വന്നിട്ട് അവിടെ നിന്ന് നോക്കാം, പിന്നെ ഇയാൾക്കൊരു പോസിബിലിറ്റി മൂന്നാമത്തെ വ്യൂ ഇദ്ദേഹത്തിന് പുറത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. ഇതിനകത്തേക്ക് പോകാൻ പറ്റില്ല. ഒന്നിങ്ങനെ, പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഏത് വ്യൂ കാണുക? ലെഫ്റ്റ് ഹാൻഡ് ഇവിടെയല്ലേ, ഇദ്ദേഹത്തിന് അടുത്തിപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലുള്ള, അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇവിടെ വരുമ്പോൾ ഇദ്ദേഹത്തിന് അടുത്തേത് ഹാൻഡുള്ള റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് സൈഡ് അപ്പുറം ഉള്ളത്. സോ റൈറ്റ് ഹാൻഡ് അടുത്തായതുകൊണ്ട് റൈറ്റ് സൈഡ് വ്യൂ. സോ അങ്ങനെയാണ് നമ്മൾ ഇത് വരയ്ക്കാൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യും, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.